അമൃത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കോടതി ഉത്തരവ് എന്ന് പറയുന്നത് മാർച്ച് 13 വന്ന ഉത്തരവ് ഇവരുടെ പരോൾ വ്യവസ്ഥ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് അത് ഇളവ് നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് അന്ന് വന്നത്. അതായത് സാധാരണഗതിയിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്ന ആളുകൾക്ക് പരോൾ അനുവദിക്കുമ്പോൾ അവരുടെ ബന്ധപ്പെട്ട ലോക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതില്ല. അങ്ങനെയാണ് ഈ കൂട്ടപ്പരോൾ 10 പ്രതികളാണ് ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന 10 പ്രതികളും പരോൾ ലഭിച്ച് പുറത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പരോൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങൾ ഈ കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ ഉൾപ്പെടെ കുടുംബം ഉന്നയിച്ചത്. യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെയാണ് ഇങ്ങനെ പരോൾ അനുഭവിച്ചത്, ചട്ടലംഘനം ഉണ്ടായി എന്നൊക്കെ തന്നെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കൃത്യമായും ഒരു പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് വേണം, ബന്ധപ്പെട്ട ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് വേണം. എന്നിരിക്കെ അതൊന്നും ഉണ്ടായില്ല. ജയിൽ ഉപദേശക സമിതി ഒരു തീരുമാനമെടുത്ത് പരോൾ നൽകുകയായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് LDF സർക്കാർ ഭരണമാറ്റത്തിന് തൊട്ടു മുൻപായി വിവിധ കേസുകളിലെ പ്രതികൾക്ക് കൂട്ടമായി പരോൾ അനുവദിച്ചിരുന്നു. ആ കൂട്ടത്തിലാണ് പെരിയ കല്യോട്ട് ഇരട്ടക്കൊലക്കേസിലെ 10 പ്രതികൾക്കും പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് നേരത്തെ കൊലപാതകം നടക്കുന്ന സമയത്ത് കല്യോട്ട് എങ്ങനെയാണോ പോലീസ് ഒരു ജാഗ്രത പാലിച്ചിരുന്നത്, അത്തരത്തിലുള്ള ഒരു ജാഗ്രതയിലേക്ക് കൂടി, കനത്ത പോലീസ് ബന്ദോബസ്തിലേക്ക് കൂടി ഇപ്പോൾ പെരിയ പ്രദേശം മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.